ഫസ്റ്റ് ഒരു പെട്രോൾ ജനറേറ്റർ സ്റ്റാർട്ടാക്കി കേട്ടല്ല സനൂപിന്റെ പണി കളയാനുള്ളവനാണ്. അതെ 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 ഓക്കെ. സനൂപേ കൗണ്ടർ ഇട്. ഇടാനില്ല. കൗണ്ടർ ഉണ്ടെങ്കിൽ ഇട്. ഓക്കെ അടുത്തത്. അടുത്ത് ആക്സൽ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിക്കുന്ന ശബ്ദം. എന്ത് ആക്സൽ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിക്കുന്ന ശബ്ദം. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞു? ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിക്കുന്ന ശബ്ദം. ഓക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഉടക്കിയില്ലേ? ആ കാലക്കി പോണേ. ഇനി വാൾ ഉപയോഗിച്ച് തടിയിറക്കുന്ന ശബ്ദം. വാൾ ഉപയോഗിച്ച് തടി ഇറക്കുന്ന ശബ്ദം. ഓക്കെ അടുത്തത്. അടുത്ത് മിഷ്യൻ ബാൾ ഉപയോഗിച്ച് തടിയിറക്കുന്ന ശബ്ദം. ആ ഓക്കെ ഓക്കെ. അടുത്ത് നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ മുടി വെട്ടുമ്പോൾ ഉള്ള സൗണ്ട്. ഓക്കെ ആദ്യം മെഷീനിൽ ആ ട്രിമ്മർ വെച്ചിട്ട് വെച്ചിട്ട് ഓക്കെ. അടുത്ത് കത്രിക വെച്ച് വെട്ടുമ്പോൾ അത് അപ്പൊ ഇനി അടുത്തത്. അടുത്ത് താറാവ് കൂട്ടങ്ങൾ കൂട്ടം കൂടി പോകുമ്പോൾ ഉള്ള സൗണ്ട്. ഓക്കെ നാട്ടിൽ പോയി നിന്നവല്ലേ. അതെ അടുത്തത്. അടുത്തത് ഒരു കടലിരമ്പുന്ന ശബ്ദമുണ്ട്. കടലിറങ്ങുന്ന സംഭവം. അസാധ്യ സംഭവമാണ്. എന്താണ് പറയാനുള്ളത് ഇവരുടെ തന്നെ ചോദിക്കാൻ. ടിനിച്ചേട്ടാ ഇനിയുണ്ടോ? അവസാനമായിട്ട് മരണക്കിണർ. അതോടെ കഴിഞ്ഞിട്ട് പറയും. ഓക്കെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട്? ഇദ്ദേഹം ഭാവിയിൽ എന്താ പറയാ മിമിക്രിക്ക് ഒരു വാഗ്ദാനം തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം വേദികളിൽ കയറുക, കൂടുതൽ പുതിയ പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കുക. പിന്നെ മോൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനൗൺസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നമ്പർ 1, യാതൊരു സംശയമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടിനിച്ചേട്ടാ ഈ പറഞ്ഞത് കൂട്ടി ഞാൻ പറയുകയാണെങ്കിൽ അതിനുശേഷം ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്യുക സ്റ്റേജിൽ. നല്ല ചിരിയാണ് കണ്ടോ. അപ്പൊ ചിരിക്കാതെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർക്കും ഒരു മൂഡ് ഓഫ് ആവും. ആദ്യം തന്നെ ചിരിച്ച് നല്ല പ്ലസ് ചിരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ചിരിക്കുകയാണെങ്കിൽ. നമ്മൾ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ചിരിയാണ്. ആദ്യം ചിരിക്കുക. ഒന്ന് ചിരിച്ചാൽ നന്നായിട്ട്. വെരി ഗുഡ്. ചേട്ടാ അങ്ങനെ ചെയ്തതെല്ലാം 100% പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു മിമിക്രി തുടങ്ങുന്നത്, അനുകരണ കല തുടങ്ങുന്നത് കൂടുതലും സൗണ്ട് എഫക്റ്റുകൾ അനുകരിച്ചാണ്. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റുകൾ അനുകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു അസറ്റ് ഉണ്ടാകുക. ഈ സൗണ്ട് ഇനി മോൻ വളർന്ന് എത്ര പ്രായമായാലും ഇത് ഏതെങ്കിലും ഒരു വേദിയിൽ അനുകരിച്ചാൽ അപ്പോഴും നിറഞ്ഞ കൈയടി ആയിരിക്കും ഉണ്ടാകുന്നത്. അത് സത്യം തന്നെയാണ്. എന്തായാലും മോനെ ഓൾ ദി ബെസ്റ്റ്. നീ ഗംഭീരമായിട്ട് ചെയ്തു. എല്ലാവരും ദാ എബിസന് വേണ്ടി പ്ലീസ് പുടി ഹാൻഡ്സ് ടുഗദർ. താങ്ക് യു എബിസൻ. ടേക്ക് കെയർ കേട്ടോ. ഇനി പറഞ്ഞേ ഇങ്ങോട്ട്. ഓക്കെ പ്ലീസ്. AC കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് അല്ല.